ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടയിൽ നിന്ന് മരണം മൂലം വേർതിരിഞ്ഞു പോയ പ്രിയപ്പെട്ട ഓസിയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാനും സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുവാനുമാണ് നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. 56 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ദൈവകൃപ ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് അവിടെ നൽകി നമുക്ക് നന്ദി പറയാം. നമുക്കെല്ലാവർക്കും ഒരുപാട് പരിചയമുള്ള ഒരു സഹോദരിയാണ്. കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയുമെല്ലാം ഒരുപാട് സേവനം ചെയ്ത ഒരു നല്ല വ്യക്തിത്വമാണ് നമ്മൾ ഇന്നും യാത്ര പറയുന്നത്. കുറച്ച് നാളുകളായി രോഗാവസ്ഥയിലായിരുന്ന ഈ പ്രിയപ്പെട്ട അമ്മയെ ദേവിസേട്ടും മക്കളൊക്കെ എത്രയോ കരുതലോടുകൂടിയാണ് കൊണ്ടുപോയത് നമുക്കറിയാം. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ രീതിയിലുള്ള ചികിത്സകളെല്ലാം അവർ നൽകുകയുണ്ടായി. ദൈവിക പദ്ധതിയോട് സഹകരിച്ചത് പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസിന് എടുക്കുമ്പോൾ പരിശുദ്ധമ്മ പറഞ്ഞ ആ വാക്കുകൾ നമുക്കും ഈ സമയം ഏറ്റുപറയാം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ട ഭാര്യയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന ഡേവിസേട്ടനും അമ്മയെ നഷ്ടപ്പെടുന്ന വേദനയിലായിരിക്കുന്ന മക്കൾക്കും എല്ലാവരുടെയും പേരിലുള്ള അനുശോചനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഈ സംസ്കാര ശുശ്രൂഷയിൽ ഇവിടെ കാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോയ് മേനാച്ചേരി അച്ഛൻ ബഹറിൻ, അവിടെ വെച്ച് ഇവരുടെ ഇടവക വികാരിയായി ഈ കുടുംബവുമായി എത്രമാത്രം പരിചയമുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നമ്മോട് അപമാനിക്കുന്ന അവിട്ടത്തൂർ പള്ളി വികാരിയും രൂപതയുടെ മുൻ വികാരി ജനറലുമായിരുന്ന വലിയ ബഹുമാനപ്പെട്ട ഡേവിസ് അമ്പൂക്കനച്ചൻ നമ്മോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ കപ്പൽച്ചിൽ സഭാംഗമായിട്ട് ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. മറ്റെല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും എല്ലാം ഏറെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നു ചേർന്ന് ഈ പ്രിയപ്പെട്ട അമ്മയെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കാം. പ്രോത്സാഹിച്ച് ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സംസ്കാര ശുശ്രൂഷയിൽ ഭക്തിയോടെ പങ്കുചേരാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജനത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും
മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചടിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു, ഓടിപ്പോവുകയും ചെയ്യുന്നു. അതിൽ നിന്നിരുന്ന സ്ഥലവും അനാഥമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിമുതൽ എന്നേക്കും ആമേൻ. ജീവിതം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണില്ലാത്ത സൃഷ്ടിയുടെ ഒത്താനം വഴി നായികത്താതെ നിങ്ങൾ ആരാധിക്കുകയും പകർത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിന് വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമണിക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മറ്റവർ പുണരുന്നു. ക്ഷയമുള്ളോണക്ഷയനാകും. മറ്റേവം സകലേശൻ നിരനാം നൂതനമാക്കുന്നു. ചിറക് വിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിൽ അധിനേശൻ നിശികാരാധനയും പരിശുദ്ധന്മാർ അണിയണിയായി എതിരേൽപ്പിന്നു നിലനീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷയെ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല,
മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. ഈശ്വരത്തിൽ സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ബഹുമാനപ്പെട്ട ഡേവിസച്ഛ, ആന്റണിയച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ചേച്ചിയുടെ വേർപാട് ദുഃഖാർത്ഥരായിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഡേവിസേട്ട, അന്നക്കുട്ടി, കുട്ടൻ, മുത്തു, ചക്കരമാണ്. ഈ കുടുംബത്തിൽ ഈ ചേച്ചിയുടെ വേർപാട് ദുഃഖാർത്ഥരായിരിക്കുന്ന മറ്റു സഹോദരി സഹോദരങ്ങളെ, റോസ്ലി ചേച്ചിയുടെ വേർപാട് അറിഞ്ഞപ്പോൾ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ജോണിച്ചേട്ടൻ എന്നോട് പറയായിരുന്നു, നമ്മുടെ കുടുംബാംഗമാണ് അച്ഛാ പോയത്. അത് വളരെ സത്യമാണ്. ഇത് ഡേവിസേട്ടനും കുടുംബത്തിനും മാത്രമുള്ള ഒരു വേർപാടായിട്ട് കണക്കാക്കാൻ പറ്റുന്നില്ല. ഇവിടെ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ട വേദനയാണ്. റോസ്ലി ചേച്ചി അത്രമാത്രം ഞങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ടവളാണ്. ഞാൻ ഓർക്കായിരുന്നു, എന്റെ മൂത്ത ചേച്ചി മരിച്ചിട്ട് അധികമായിട്ടില്ല, ഒരേ പ്രായം തന്നെയാണ്. ഇപ്പോ റോസ്ലി ചേച്ചി. വ്യക്തിപരമായിട്ട് എനിക്ക് എന്റെ സ്വന്തം പെങ്ങള് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ തന്നെയാണ് ഞാനുമായിരിക്കുന്നത്. അത് പറയാനുള്ള കാരണം, അത്രമാത്രം ഞങ്ങളെല്ലാവരെയും വളരെ കരുതലോടെ കരുതിയ, വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ചേർത്ത് നിർത്തിയ ചേച്ചിയാണ് റോസ്ലി ചേച്ചി. ചേച്ചിയുടെ വേർപാടിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. അതോടൊപ്പം വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ചേച്ചി സ്വർഗത്തിലാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് ഇത്രയും ഉറപ്പായിട്ട് എങ്ങനെ ഈ ഒരു ചർമ്മപ്രസംഗത്തിൽ ഒരു വൈദികന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ കുടുംബത്തെ അറിയാമെന്നുള്ളതാണ്. കൊന്തയുടെ ചേച്ചിയാണിത്, കൊന്ത ചൊല്ലി ജീവിച്ച ചേച്ചി. എനിക്ക് തോന്നുന്നു എത്രമാത്രം ജപമാലൊരു ദിവസം ചൊല്ലിയിട്ടുണ്ട് എന്ന് എണ്ണം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത്രമാത്രം ജപമാലയിൽ ആശ്രയം അർപ്പിച്ച ചേച്ചിയാണ്. എനിക്ക് തോന്നുന്നു പരിശുദ്ധമ്മ ചേച്ചി അങ്ങനെ താഴേക്കില്ല. പരിശുദ്ധമ്മ ചേച്ചിയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്, ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ റോസ്ലി ചേച്ചി എല്ലാ അമ്മമാർക്കും, എല്ലാ ഭാര്യമാർക്കും, എല്ലാ സഹോദരിമാർക്കും ഉത്തമമായ മാതൃക പുസ്തകമാണ്. ഇവിടെ ഇത് തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകമാണ്. ആ കണ്ണ് ഇപ്പോഴും തുറന്നിരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തുറന്നു വെച്ച അനുകമ്പയുടെ മുഖമാണ് നമ്മുടെ റോസ്ലി ചേച്ചി. അതുകൊണ്ട് തന്നെ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, നമ്മുടെ ചേച്ചിയെ ഈശോയും പരിശുദ്ധമ്മയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. മറ്റൊരു ആശ്വാസം എന്ന് പറയുന്നത്, ഇവിടെ 10 വർഷത്തിലധികമായി കഠിനമായ വേദനകളിലൂടെ, ശാരീരികമായ രോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായ കഠിനമായ വേദനകളിലൂടെ കടന്നുപോയ ചേച്ചിയാണ്. ഓപ്പറേഷൻ മുമ്പ് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ യാതൊരു വിധത്തിലുള്ള കുറ്റപ്പെടുത്തലുകളില്ല, യാതൊരു വിധത്തിലുള്ള പരിദേവനങ്ങളോ പരിഭവങ്ങളോ ഇല്ല. എല്ലാ കുടുംബിനികൾക്കും മാതൃകയാക്കേണ്ട എങ്ങനെ സഹനത്തെ അഭിമുഖീകരിക്കണമെന്ന് ഈ ചേച്ചി തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആശ്വാസം ഇതാണ്, ഇത്രമാത്രം സഹനത്തിലൂടെ കടന്നുപോയ ചേച്ചിയെ ഇനി വേദനിപ്പിക്കുന്നുണ്ടല്ലോ. ഈ വേദനകൾക്കൊരു അറുതി, ഒരു അന്ത്യം. ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറയാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം കൂടപ്പറപ്പിന്റെ വേദന മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷെ വിശ്വാസ നിലയിൽ പറയുന്നു, എല്ലാ ജീവിത വേദനകൾക്കും അവസാനം ഒരു നിത്യജീവൻ, നിത്യരക്ഷയുണ്ട്. കുഴിമാടങ്ങൾക്ക് അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിശ്ചലയായി കിടക്കുന്ന നമ്മുടെ ചേച്ചി. നമ്മുടെ ചേച്ചിയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന ഡേവിസ് ചേട്ടനോടും മക്കളോടും പറയാനുള്ളത്, പകരം വെക്കാൻ ഒരാളില്ല, അത് സത്യമാണ്. പക്ഷെ ഈ ചേച്ചി നിങ്ങൾക്ക് നൽകിയ ജീവിത മാതൃക പിന്തുടരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നാണ്. എങ്ങനെ ഒരു കുടുംബത്തിൽ പ്രാർത്ഥനാന്തരീക്ഷം നിലനിർത്താം,
എങ്ങനെ മക്കളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാം, എങ്ങനെ പരസ്പര സാഹോദര്യത്തിൽ ജീവിക്കാമെന്ന് നമ്മളെ കാണിച്ചു തന്ന ഉത്തമ മകുട ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സ്വന്തം ജോസലി ചേച്ചി. ദേവസ്യേട്ടനോട് പറയാനുള്ളത്, ചേട്ടൻ ഭാഗ്യവാനാണ് ഇങ്ങനെയുള്ള ചേച്ചിയെ ജീവിത പങ്കാളിയായി ലഭിച്ചതിന്. മക്കളും ഭാഗ്യം ചെയ്ത മക്കളാണ് ഇങ്ങനെയുള്ള ഒരമ്മയുടെ മക്കളായി ജനിക്കാനും വളരാനും സാധിച്ചത്. ഞങ്ങളൊക്കെ ബഹ്റിനില് ഞാനൊരു 7 വർഷക്കാലം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ഈ ദേവസ്യാന്റെ കുടുംബത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഇവിടെ ബഹ്റിനിൽ നിന്നും അവധിക്ക് വന്നവരും ബഹ്റിനിൽ നിന്നും ജോലി കഴിഞ്ഞ് ഇവിടെ താമസമാക്കിയവരും മിക്കവരും തന്നെ ഒട്ടുമിക്കവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് കാരണം ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും ഒരു ഔപചാരികതയുമില്ലാതെ ഏറ്റവും സ്നേഹത്തോടെ ഓടിച്ചെല്ലാവുന്ന ഒരു കുടുംബമാണ് ദേവസ്യേട്ടൻ്റേത് എന്നുള്ളതാണ്. അതുകൊണ്ട് കുടുംബമായ നിങ്ങൾക്ക് അഭിമാനിക്കാം. ചേച്ചി നമുക്ക് വേണ്ടി ഇനി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിച്ച് കൂടെ ഉണ്ടാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി അനുശോചനം അറിയിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും സൻഭാവത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഈ സഹോദരിയോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, അങ്ങയുടെ കൽപ്പനയാൽ ലോകം വിട്ടുപോകുന്ന ഈ സഹോദരിക്ക് നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാവിൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ സഹോദരിയുടെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രവയാൽ ഈ സഹോദരിയെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി, ഈ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പള്ളിവത്സരാസ്ത്രീ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് ഉയർത്തു സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും കർത്താവെ, നിന്റെ കരുണ ഞങ്ങൾ അനുഗ്രഹിക്കുകയും നിന്റെ ദയാദിത്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മനത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാവും. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചരിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം
പൊരിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താം മറിയം ചുടുകണ്ണീരും വീഴുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം ചേച്ചിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, റോസ്ലേച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടുള്ള 7 തിരുക്കർമ്മങ്ങൾ ഈ വരുന്ന ബുധനാഴ്ച 22-ാം തീയതി രാവിലെ 11 മണിക്ക് നമ്മുടെ ഇടവക ദേവാലയം ഊരകപ്പടിയിൽ വെച്ച് നടത്തപ്പെടുന്നതായിട്ട് ബന്ധുമിത്രാദികൾക്ക് വേണ്ടി അറിയിക്കുന്നു. ഈ അറിയിപ്പ് സ്വീകരിച്ചുകൊണ്ട് 22-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ദേവാലയത്തിൽ നടത്തപ്പെടുന്ന വിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള പ്രാർത്ഥനകളിലും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സംസ്കാര ശുശ്രൂഷ 2ാമത്തെ ഭാഗം ഇടവക ദേവാലയത്തിലാണ് നടത്തപ്പെടുക. നമുക്ക് പ്രിയപ്പെട്ട റോസ്ലേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള സംസ്കാര ശുശ്രൂഷയുടെ ഭാഗങ്ങളിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ. അന്തിമയാത്ര എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയനാക്കുകയും മരണശേഷം ഉയർപ്പിച്ച അക്ഷരാഗ്യം ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്. ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ. ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ.
മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും ധൈര്യത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ഇതിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുമാമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളപുരം പോലെ എന്നെ പ്രസാദിപ്പിക്കട്ടെ. സംഗീതം നിന്നെ വിളിക്കട്ടെ, നിർമ്മല ചരിതകളാം സാറായേലീശ്വ മർത്തയോടും കൂടെ കടശീലുദ്ധാനം നിതരാം കനിവാർ നരുളട്ടെ കർത്താവഖിലേശൻ. സംഗീതം നിന്നെ വിളിക്കട്ടെ, മൃതിയോർത്തിന് നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ, മരണമുറക്കം സംഗീതം നിന്നെ വിളിക്കട്ടെ, മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമസ്തുതിയോടെ. കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാൻ എപ്പോഴും എന്റെ ദൈവത്തെ കാണും. രാവും പകരം ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്നിൽ നിരാശപ്പെടുന്നു, നീ ശാന്തി കടലുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കും ആമേൻ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവും ആ ശബ്ദലാസ്ത്രം നിർമ്മിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസി റോസിലേച്ച് വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, മരിച്ചതിനെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയുടെ കൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഈശ്വരത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്നോർസിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മുത്താനുള്ളൊരു